ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഈ വർഷം 15 ഡീക്കന്മാരാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. അതിൽ 15ാമത്തെ ആളാണ് നമ്മോടൊപ്പം ഉള്ളത്, ഡീക്കൻ തോമസ് തേവർക്കാട്. മാക് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. നമുക്ക് ഡീക്കൻ തോമസ് തേവർക്കാടിനെ കൂടുതലായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ ദൈവവിളി, അദ്ദേഹം പഠിച്ചത്, അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവങ്ങൾ, അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാം. ഡീക്ക, മാക് ടി വിയുടെ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഡീക്കൻ്റെ ദൈവവിളിയെക്കുറിച്ചും ഈ മാസം 31-ാം തീയതി അല്ലേ, 31-ാം തീയതി പൗരോഹിത്യം സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഡീക്കനെ കൂടുതലായിട്ട് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഡീക്കൻ്റെ ദൈവവിളിയെക്കുറിച്ചും ഒക്കെ ഒന്ന് സംസാരിക്കാമോ? എങ്ങനെയാണ് ദൈവവിളിയുടെ ആരംഭം? എത്രാം വയസ്സിലാണ് സെമിനാരിയിൽ ചേരുന്നതെന്നൊക്കെ ഒന്ന് പറയാമോ? എനിക്കങ്ങനെ ചെറുപ്പത്തിൽ തൊട്ട് ബാക്കിയുള്ളവർ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ അച്ഛനാകണം എന്നൊരാഗ്രഹം ഇല്ലായിരുന്നു. പള്ളിയിലൊക്കെ പോകുമായിരുന്നു, സംഘടനകളെല്ലാം ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. 10 കഴിഞ്ഞു, +1 +2 ഇങ്ങനെ അവസാനമൊക്കെ ആയപ്പോൾ SMCC സന്ദേശത്തിൻ്റെ ക്യാമ്പിനൊക്കെ പോയിട്ട് അതിന് സമ്മാനം കിട്ടിയിരുന്നു. അപ്പം ആ സമയത്ത് കൊച്ചച്ഛനുണ്ടായിരുന്നു ഇവിടെ, നമ്മുടെ ജിയോ അവന്യൂരച്ഛനാണ് കൊച്ചച്ഛനായിട്ട്. അപ്പം ആ സമയത്ത് പള്ളി വലിയ പള്ളിയാണ്, അപ്പം കൊച്ചച്ഛനുണ്ട് വികാരിച്ചനുണ്ട്. കൊച്ചച്ഛൻ പറഞ്ഞേടാ ഇങ്ങനൊരു ദൈവവിളി ക്യാമ്പ് വരുന്നുണ്ട്, പോകുന്നെന്ന് ചോദിച്ചു. പറഞ്ഞ് ആ ശരി എന്നാൽ ചുമ്മാ പോയേക്കാന്ന് വിചാരിച്ച് അങ്ങനെ സെമിനാരിൽ ചെന്നു. സെമിനാരിലെ അറ്റ്മോസ്ഫിയറൊക്കെ ഇഷ്ടപ്പെട്ടു. കരിവേലച്ഛനും ഒക്കെ ആയിരുന്നു ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ കരിവേലച്ഛനോട് ചോദിച്ചത്, വലിയ വീട്ടിലെ ആളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ പശുത്വരത്തൊക്കെ കഴുകേണ്ടി വരും, പന്നിക്കൂടെ കഴുകേണ്ടി വരും. പക്ഷേ ഞാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. 2013 ഞാൻ ഈ ക്യാമ്പ് കഴിഞ്ഞ ശേഷം സെമിനാരിൽ ചേരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഡീക്കൻ്റെ വീട്ടിലാണുള്ളത്. ഇത് കൈനഗിരിയാണ്. വന്നപ്പോൾ ഡീക്കൻ പറയുമായിരുന്നു, ഇത് വീട്ടിൽ ഇതുവരെ 7ാമത്തെ തലമുറയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഡീക്കൻ്റെ അപ്പനാണ് അപ്പൻ്റെ തലമുറയിലെ ഏറ്റവും ഇളയ ആൾ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പൻ കുടുംബത്തിൽ നിന്നത്. ഈ വീട്ടിൽ ഇത് 7ാമത്തെ തലമുറയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഡീക്കൻ വീട്ടിലെ മൂത്തയാളാണ്. അപ്പം കൊച്ചച്ഛൻ അന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞല്ലോ, സെമിനാരിയിൽ പോയി ക്യാമ്പിനൊക്കെ പോയി നോക്കാനൊക്കെ പറഞ്ഞു. ആഗ്രഹമൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. സെമിനാരിൽ ചേർന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇവിടെ ക്ലീനിങ് ഒക്കെ ബുദ്ധിമുട്ടാവുമല്ലോ, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നൊക്കെ റെക്ടറച്ഛൻ ചോദിച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ചെറുപ്പത്തിൽ കൊച്ചച്ഛൻ ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്താകാനായിരുന്നു ആഗ്രഹം? അതായത് ദൈവവിളി സ്വീകരിക്കാതെ മറ്റെന്ത് ജോലി ചെയ്യാനായിരുന്നു? ജോലിയൊന്നുമില്ലായിരുന്നു. ഇത് കഴിഞ്ഞ് ഡിഗ്രി എടുക്കുക, ഡിഗ്രി കഴിഞ്ഞ് പിന്നീട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ കൊമേഴ്സ് ആയിരുന്നു എടുത്തത്. കൊമേഴ്സ് എടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായി വരുന്നത് BCom ആണ്. അപ്പോൾ BCom ചെയ്യുക, BCom കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലി, അങ്ങനെയുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇന്നതാകണം എന്നൊരു ആഗ്രഹമൊന്നുമില്ലായിരുന്നു. മനസ്സിലായി. അപ്പോൾ എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞതിൻ്റെ പുറത്ത് ക്യാമ്പൊക്കെ കൂടി 2013 13 സെമിനാരിൽ ചേരുന്നു. സെമിനാരിൽ ചേർന്നതിന് ശേഷം എവിടെയാണ് സെമിനാരിൽ ചേരുന്നത്? കുറിച്ചിയിലാണ്. 2013 ജൂണിലാണ് നമ്മൾ സെമിനാരിൽ ചെല്ലുന്നത്. വീട്ടിൽ നിന്ന് മാറുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു ഹോംലി ഫീൽ അവിടെ കിട്ടാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് നോർമൽ സെമിനാരി നമ്മുടെ രീതിയിൽ പോലും. നിങ്ങളുടെ ബാച്ചിൽ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ അന്ന് കയറിയപ്പോഴും 33 പേരായിരുന്നു. അതിൽ നിന്ന് ഇപ്പം ബാച്ച് മാറിയൊക്കെ വരും. ഇപ്പം സെക്കൻഡ് ഇയർ ആയപ്പം ആ 33 പേരുണ്ടായിരുന്നു. +2 പഠിക്കാൻ പോയി കാണും. സെക്കൻഡ് ഇയർ ആയപ്പോൾ അവർ +2 പഠിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 10 പേര് ഡിഗ്രി +2 വേണ്ടി വന്നവരായിരുന്നു. അപ്പം ഞങ്ങൾ 10 പേര് നേരെ ഡിഗ്രിക്ക് SBയിലോട്ട് പോയി. അതിൻ്റെ കൂടെ ഞങ്ങൾ പഴയ മറ്റേ ബാച്ചുകാരും കൂടെ ചേർത്ത് ഞങ്ങൾ മൊത്തം കൂടെ 25 പേരായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നേരെ തേർഡ് ഇയറിലേക്ക് കയറി. ഫസ്റ്റ് ഇയർ നേരെ ഫോർത്ത് ഇയറിലേക്ക് കയറി. ഫസ്റ്റ് ഇയർ നേരെ ഫോർത്ത് ഇയർ ആയിരുന്നു. അപ്പോൾ മൈനസ്മാരിയിലെ കുറിച്ചിയിൽ 1 വർഷം ഉണ്ടായിരുന്നുള്ളൂ. കുറിച്ച് ഞങ്ങൾ മാത്രം 10 പേര് 2 വർഷം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറും ഫോർത്ത് ഇയറും. ഫസ്റ്റ് ഇയറും ഫോർത്ത് ഇയറും. ബാക്കി 2 ഞങ്ങൾ നടന്നത്. ഞങ്ങളുടെ ബാച്ച് ആ സമയത്തൊന്ന് മുറിച്ചായിരുന്നു. അതായത് ഇവിടെ 10 പേര്, ബാക്കിയുള്ള 18 പേര് അപ്പുറേ നിർണത്വമായിട്ട്. അതായത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് വന്ന 10 പേരും ബാക്കി +2 കഴിഞ്ഞ തേർഡ് ഇയറിൽ നിന്ന് ഫോർത്ത് ഇയറിലേക്ക് ആകുന്ന അവർ നിർണത്തേക്കും പോയി. അപ്പോൾ എന്നിട്ട് ഫോർത്ത് ഇയറിൽ വെച്ച് ഡിഗ്രി പഠിക്കാൻ ആരംഭിച്ചു. SBയിൽ പക്ഷേ ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. അവർ നിരണത്തുനിന്ന് വരും, ഞങ്ങൾ കുറിച്ചിൽ വരും. ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരോട് തന്നെ നിരണത്തിരുന്നു. നിരണത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് നമ്മുടെ പള്ളിയുടെ പണി തുടങ്ങുന്നത്. അങ്ങനെ അവിടെ ഞങ്ങൾ ആ സമയത്ത് 36 പേരുണ്ടായിരുന്നു, 2 ബാച്ചുകാരും കൂടെ. സാധാരണ നിരണത്ത് ഒരു ബാച്ചാണ് സാധാരണ ഉള്ളത് അല്ലേ? നമ്മൾ ഫോർത്ത് ഇയർ എന്ന് പറയുന്ന നിരണത്ത് ഒരു ബാച്ച്. പക്ഷേ നിങ്ങളുടെ സമയത്ത് 36 പേര് വലിയ നമ്പറായിരിക്കും. വലിയ നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരണത്തിൽ അത്രയും പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഹോംലി ഫീൽ ആയിരുന്നു അവിടെ. അപ്പം നിരണത്തെ 2 വർഷം കഴിഞ്ഞ് ഡിഗ്രി പൂർത്തിയാകുന്നു.
അതിനുശേഷം ഫിലോസഫിക്കാണ് പോകേണ്ടത് അല്ലേ? പക്ഷേ ഞാൻ ഫിലോസഫിക്ക് പോകുന്ന പകരം PG ചെയ്തു. MSWയിൽ PG ചെയ്തു. ബാംഗ്ലൂർ ക്രൈസ്റ്റിലായിരുന്നു. അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഫിലോസഫി 2 വർഷം PG PG കഴിഞ്ഞാൽ നേരെ ഫിലോസഫി ആയിരുന്നു. ഫിലോസഫി ആലുവയിലായിരുന്നു എനിക്ക് വന്നത്. അപ്പോൾ ആലുവ എന്ന് കേട്ടപ്പോൾ ആദ്യം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം ആലുവ സെമിനറി പൊതുവെ അറിയപ്പെടുന്നത് ഒരു ബുജികളുടെ സെമിനറി എന്നാണല്ലോ, ബുദ്ധിജീവികളുടെ സെമിനറി എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കുഴപ്പമൊന്നുമില്ല, അച്ഛന്മാരെല്ലാവരും അടുത്ത്. അങ്ങനെ അവിടെ 2 വർഷം പുതിയ പല പല രൂപത എന്നുള്ള ബ്രദേഴ്സിനെ പരിചയപ്പെടുന്നു. അത് ആദ്യമായിട്ടാണല്ലോ നമ്മൾ. ആലുവ സെമിനാരി നിങ്ങളുടെ ബാച്ചിൽ എത്ര പേരുണ്ടായിരുന്നു? ആ സമയത്ത് ഞങ്ങൾ 59 പേരായിരുന്നു. ഏറ്റവും വലിയ ബാച്ചായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതുപോലെ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം പോലെ തന്നെ നമ്മൾ റീജൻസിക്ക് വരുമായിരുന്നു. അപ്പോൾ 3 വർഷം ഡിഗ്രി ഉണ്ടായിരുന്നു? 2 വർഷം ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് 2 വർഷം. 2 വർഷം പഠിച്ച സെമിനാരികളെല്ലാം ഒത്തിരി ആളുകളുള്ള ബാച്ചിലാണ്. മൈനസ് സെമിനാരി 33 പേര്. ഫോർത്ത് ഇയർ വന്നപ്പോൾ പതിവ് കൂടുതലായിട്ട് 2 ബാച്ച് ഒരുമിച്ച്. ഫിലോസഫിയിൽ ഇതുപോലെ വലിയ ബാച്ച്. ഞങ്ങൾ മൈനസ് സെമിനാരി ആയിരുന്നു. പക്ഷേ ഞങ്ങൾ മൊത്തം കൂടെ 106 പേരുണ്ടായിരുന്നു. ഫുൾ സ്ട്രെങ്ത് ഞങ്ങൾ മൈനസ് സെമിനാരി കുറിച്ച് ഫസ്റ്റ് ഇയർ വരുമ്പോൾ. കാരണം ഫസ്റ്റ് ഇയർ ഉണ്ട്, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഡിഗ്രി. ഫസ്റ്റ് ഇയർ ആ സമയത്ത് നമ്മുടെ ഇവിടെ നിന്നുകൊണ്ടിരുന്നത് ഒരു ബാച്ചേ ഉള്ളായിരുന്നു നിർന്നത്. ഫസ്റ്റ് ഇയർ ഞാൻ റെഫക്ടോറിയനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം വിളമ്പട്ടെ കുറിച്ച് സെമിനാരിൽ. അപ്പോൾ നമ്മൾ ഭക്ഷണം എടുത്ത് വെക്കേണ്ടതുകൊണ്ട് നമുക്ക് ഈ എണ്ണം അറിയാം. അതുകൊണ്ട് അത്രയും പേരായിരുന്നു ആ സമയത്ത് നമ്മൾ. ഇപ്പോഴാണ് ഇതൊക്കെ ചുരുങ്ങി മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആലുവ സെമിനാരി 2 വർഷം തത്വശാസ്ത്രം കഴിഞ്ഞതിന് ശേഷം പിന്നെ റീജൻസി ആണല്ലോ? റീജൻസി ആയിരുന്നു. റീജൻസിക്ക് എങ്ങോട്ടാണ് ഡീക്കൻ പോകുന്നത്? റീജൻസി എനിക്ക് മാത്രം 3 റീജൻസി ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തെ 3 മാസം ആ സമയത്ത് പാടിത്തച്ഛനായിരുന്നു, അച്ഛൻ്റെ സെക്രട്ടറി ആയിട്ട് കുറച്ച് നാൾ 3 മാസം. അത് കഴിഞ്ഞാണ് ഞാൻ 3 മാസം നമ്മുടെ അമ്പലത്തിങ്കളച്ചൻ, ഷാജി അമ്പലത്തിങ്കളച്ചൻ്റെ കൂടെ എസ്റ്റേറ്റിലേക്ക്, ചേലക്കര എസ്റ്റേറ്റിലോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 3 മാസം അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ ഒരു 7 മാസത്തോളം പൗത്തിപിതാവിൻ്റെ റീജൻ്റ് ആയിട്ടായിരുന്നു. അങ്ങനെ എനിക്ക് മാത്രം ഒരു 3 ടേമായിട്ടായിരുന്നു. മനസ്സിലായി. അങ്ങനെ രസമായി. റീജൻസി കാലമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ. ചേലക്കര എസ്റ്റേറ്റിലെ അനുഭവങ്ങളൊക്കെ എന്ന് പറയാം. ഞാൻ ചേലക്കര എസ്റ്റേറ്റ് റീജൻസി ചെയ്തതാണ്. ചേലക്കര എസ്റ്റേറ്റിൽ യാമപ്രാർത്ഥനകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില സമയത്ത് വണ്ടിയെ ഇരുന്നൊക്കെ യാമപ്രാർത്ഥന ചെല്ലാറുണ്ട്. ചേലക്കര എസ്റ്റേറ്റിൽ അടുത്ത് പിന്നെ 3-4 ദിവസം നമുക്ക് മടങ്ങളില്ല കുർബാന. ഞങ്ങൾ വരുമ്പോൾ കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. കോവിഡിൻ്റെ ആ ഒരു സമയത്തായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പുണ്ടായിരുന്ന അച്ഛന് പണിക്കാരും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ജീവികളെയും നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛൻ എല്ലാത്തിനെയും കൊടുത്തായിരുന്നു. അച്ഛൻ ഒറ്റയ്ക്ക് എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നേന്ന് തുടങ്ങി. പശു, ആട്, കോഴി, താറാവ്, അങ്ങനെ അവിടെ ഒരു 3 മാസം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നമുക്ക് ഈ തോട്ടമുണ്ട്, അതുകൂടാതെ തന്നെ നമ്മുടെ മൈനസ് സെമിനാരിയുടെ പൈങ്കുളത്തെ തോട്ടം കൂടെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അടുത്ത ദിവസം അച്ഛൻ അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആയിരുന്നു. അങ്ങനെ പിന്നെ അച്ഛനായതുകൊണ്ട് തന്നെ എല്ലാ മാസവും വിസിറ്റേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ രൂപതയിൽ അച്ഛന്മാരൊക്കെ സ്ഥിരം വരുന്നുണ്ട്. അതും പിന്നെ നമ്മുടെ മാസധ്യാനം ഉണ്ടല്ലോ, മാസധ്യാനത്തിന് ഞാൻ ഇങ്ങോട്ട് വരും. ശരിക്കും അതുകൊണ്ട് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനേക്കാളും എനിക്ക് റീജൻസി കാലം കുറച്ചും കൂടി കൂടുതൽ തോന്നിയത് പൗത്തിപിതാവിൻ്റെ അടുത്തായിരുന്നു. കാരണം ഞാൻ റീജൻസി ചെയ്യുന്ന സമയത്താണ് പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ 50 വർഷവും പൗരോഹിത്യത്തിൻ്റെ 60 വർഷം കൂടെ ആകുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പിതാവിനെ കൂടെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടായി. പിന്നെ ബാക്കി വേറെ ഒരു റീജൻസിക്കാർക്കും കിട്ടാത്തൊരു ഭാഗ്യമായിരുന്നു എനിക്ക് കിട്ടിയത്. പിതാവിന് കോവിഡ് ഞാൻ വഴിയല്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് കിട്ടി. പിതാവിനും കോവിഡ് കിട്ടി. പിതാവിന് കോവിഡ് കിട്ടി കഴിഞ്ഞിട്ട് പിതാവിൻ്റെ ബോയ് ഉണ്ടല്ലോ, അപ്പോൾ നിതിനായിരുന്നു പിതാവിനെ 12-13 വർഷമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അവൻ പറഞ്ഞ് 2-3 ആഴ്ചയായിട്ട് വീട്ടിൽ നിന്നും പോകുന്നില്ലായിരുന്നു. അവൻ ചോദിച്ച് ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ച്. ഓക്കെ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിയാണ് ഒന്ന് ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് കാലിൻ്റെ ഒരു ഫ്രാക്ചർ ആകുന്നത് നിതിന്. പിന്നെ ഒരു 2 മാസം 3 മാസത്തോളം പൗത്തിപിതാവിനെ ഒറ്റയ്ക്ക് നോക്കേണ്ട ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. എനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. പിതാവിനോട് ഇത്രയും അടുത്ത് ജീവിച്ച എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, പിതാവിൽ നിന്നും പഠിച്ച 2-3 ഗുണങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയാമോ? പിതാവ് ബന്ധങ്ങൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പിതാവിൻ്റെ അധികാരികൾ എന്തു പറയുന്നു, അതായത് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പോ അല്ലെങ്കിൽ റോമി എന്നുള്ള പിതാക്കന്മാരോ അവരെന്തു പറയുന്നോ അത് മാത്രം ചെയ്യുക. അതാണ് പിതാവിൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് ഒരു ട്രെയിനിങ് ആയിട്ട് കിട്ടിയത്. അപ്പം ഓരോ സിനഡ് നടക്കുമ്പോഴൊക്കെ സിനഡിലെടുക്കുന്ന തീരുമാനങ്ങൾ വരുമ്പം പിതാവ് നമുക്കറിയാം അവസാനമൊക്കെ ആയപ്പം മറവിയുടെ ആളാണ്. പക്ഷേ എങ്കിൽ പോലും പിതാവ് ആ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറയും. ഒരിക്കൽ പോലും ഞാൻ എൻ്റേതായ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. എൻ്റെ മേലധികാരികൾ എന്ത് പറയുന്നു ആ തീരുമാനങ്ങൾ മാത്രമേ
എക്സിക്യൂട്ടീവ് ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷേ അത് പിതാവ് ആ ഒരു ബോൾഡ്നെസ് കാണിക്കും. അതായത് മേലധികാരി പറയുമ്പം അത് ചെയ്യണം എന്നൊരു ആത്മാർത്ഥതയുള്ള ഒരാളായിരുന്നു പിതാവ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പിതാവ് ജീവിതം കൊണ്ട് കാണിച്ചു തന്നു അല്ലേ? അങ്ങനെ വലിയ ദൈവാനുഭവങ്ങളും വലിയ മൂല്യങ്ങളും ഒക്കെ പഠിച്ച് പിതാവിൽ നിന്നും പിതാക്കന്മാരിൽ നിന്നുമൊക്കെ പഠിച്ച് ചേലക്കര എസ്റ്റേറ്റിൽ നിന്നൊക്കെ പഠിച്ച് റിയൻസി പൂർത്തിയാക്കുന്നു അല്ലേ? റിയൻസി പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് ദൈവശാസ്ത്രത്തിനായിട്ട് എവിടെയാണ് പഠിക്കുന്നത്? ദൈവശാസ്ത്രം വടവാതിൽ സെമിനാരിലാണ്, സെൻറ് തോമസ് അപ്പസ്തോലിക് സെമിനാരി വടവാതിൽ. ഞങ്ങൾ വടവാതിൽ ചെന്നപ്പോഴേ എനിക്ക് അത്ര വലിയ പുതുമുഖങ്ങളായിട്ട് തോന്നിയില്ല. കാരണം ആലുവയിൽ പഠിച്ച ഞങ്ങൾ 16 പേരോളം വടവാതിൽ തിയോളജിക്ക് വന്നായിരുന്നു. കാരണം പാല കാഞ്ഞിരപ്പള്ളി ഒഴികെ ബാക്കി എല്ലാ സെമിനാരിക്കാരും ബാക്കി എല്ലാ രൂപതക്കാരും സെമിനാരി മാറ്റി വിടുന്ന ഒരു സിസ്റ്റമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആലുവയിൽ പഠിച്ചതിൻ്റെ അകത്തുനിന്ന് 16 പേര് ഈ വടവാതിൽ പഠിക്കാൻ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ 36 പേരേ ഉള്ളായിരുന്നു, ബാക്കി 20 പേരേ ഉള്ളു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ സിങ്കായി. അങ്ങനെ വടവാതിലെ 4 വർഷം സ്മൂത്തായി തന്നെ പോയി. 2 അച്ഛന്മാരായിരുന്നു ഞങ്ങളുടെ ആനിമേറ്റർ. 2 വർഷം കാഞ്ഞിരപ്പള്ളി എന്നുള്ള വർഗീസ് കുച്ചോറപ്പിലച്ഛനും 2 വർഷം നമ്മുടെ കുഴിപ്പിലച്ഛൻ. എനിക്കൊരു സന്തോഷമായിരുന്നു. കാരണം സെമിനാരിൽ എടുത്ത ആൾ തന്നെ സെമിനാരിൽ നിന്ന് അവസാനം ഇറക്കി വിടുമ്പോഴും സെമിനാരിൽ നിന്നുള്ള റെക്ടറച്ഛൻ കുഴിപ്പിലച്ഛനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ സെമിനാരിലുണ്ടല്ലോ, ബർത്ത്ഡേ സെലിബ്രേഷൻ ഞാൻ ഈ കാര്യം തന്നെ പറഞ്ഞായിരുന്നു. കാരണം ഫസ്റ്റ് ഇയറിൽ ഞാൻ സെമിനാരിൽ വന്നപ്പം അച്ഛനാണ് പൂ തന്ന് ബർത്ത്ഡേ ആഘോഷിച്ചത്. സെമിനാരിൽ നിന്ന് ഇറങ്ങുന്ന അവസാനത്തെ ബർത്ത്ഡേയും അച്ഛൻ തന്നെ പൂ മേടിച്ച് ഇറങ്ങാനൊരു അവസരം എനിക്ക് ഭാഗ്യം. അങ്ങനെ ഒരു ആത്മബന്ധം കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു ബന്ധം കൂടെ. ജനുവരി 31 പട്ടമാണ്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഡീറ്റെയിൽസ്, പട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? എന്നാണ്, എവിടെ വെച്ചാണ്, ഇത് സമയത്താണ്? പട്ടം ജനുവരി 31 സെൻറ് മേരീസ് ചർച്ച് കൈനഗിരി. അഭിവന്ധ്യ തറയിൽ പിതാവാണ് പട്ടം തരുന്നത്. രാവിലെ 9:15 പട്ടം ആരംഭിക്കുന്നത്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. തീർച്ചയായിട്ടും സെമിനാരി ഫോർമേഷനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന്നൂരച്ഛൻ സെമിനാരി ക്യാമ്പിന് പോകാൻ പറയുന്നു. ആ സമയത്തുള്ളൊരു പ്രാർത്ഥനാ ജീവിതമുണ്ട്. അന്നത്തെ പ്രാർത്ഥനാ ജീവിതം എന്നും പള്ളിയിൽ പോകുമായിരുന്നോ? പ്രാർത്ഥന എന്തൊക്കെയായിരുന്നു? അതിനുശേഷം പതുക്കെ സെമിനാരിയിൽ കയറിയതിന് ശേഷം പതുക്കെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ പറയാമോ? പണ്ട് പള്ളിയിൽ പോകുമായിരുന്നു. സപ്രയ്ക്ക് കൂടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ നമ്മൾ സാധാരണ വരുന്ന പോലെ തന്നെ ആ റൂട്ടാണല്ലോ. അങ്ങനെ അൽത്താരപാലനായിരുന്നു. എന്നേക്കാൾ മുമ്പേ അൽത്താരപാലൻ്റെ കയറാൻ തുടങ്ങിയത് എൻ്റെ അനിയനായിരുന്നു. പക്ഷേ എന്തോ മറിഞ്ഞു. അത് കഴിഞ്ഞ് അൽത്താര കയറും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളത് സപ്രയും റംഷയും മാത്രമേ ഉള്ളൂ പ്രാർത്ഥനകൾ. പിന്നെ വീട്ടിൽ വൈകുന്നേരം കൊന്തയാണല്ലോ, പണ്ട് തൊട്ടേ നമ്മൾ ആ ഒരു ട്രഡീഷൻ വെച്ച് കഴിയുമ്പം വൈകുന്നേരം 7 മണിക്ക് കൊന്തയിൽ അത്രേ ഉള്ളായിരുന്നു വീട്ടിലെ പ്രാർത്ഥനകൾ. അല്ലാതെ കൊന്തയും കുർബാനയും മാത്രമായിരുന്നു സ്റ്റാർട്ടിങ്ങിലെ പ്രാർത്ഥനാ ലൈഫ്. അത് കഴിഞ്ഞ് സെമിനാരി വന്നതിന് ശേഷമാണ് നമ്മൾ ആദ്യമായിട്ട് യാം പ്രാർത്ഥനാ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയൊക്കെയാണ് സംഭവം. മറ്റേ നമ്മൾ വൈകുന്നേരം ചെല്ലുന്ന പ്രാർത്ഥന റംഷ, രാവിലെ ഇരുന്ന് സപ്ര, അത്രയും മാത്രമേ ആയിട്ടുള്ളൂ. ഇങ്ങനെ യാം പ്രാർത്ഥന എന്ന് പറഞ്ഞ് പുസ്തകം കാണുന്നു. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ കുഴിപ്പിലച്ഛൻ തന്നെയായിരുന്നു റെക്ടറച്ഛൻ. കുഴിപ്പിലച്ഛൻ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ആദ്യത്തെ ഗൈഡൻസ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ കരിവേലച്ഛനാണ്, സക്രിയാസ് കരിവേലച്ഛൻ. അപ്പം അച്ഛൻ ഓരോ യാം പ്രാർത്ഥനകളുടെയും പ്രത്യേകതകളും എന്താണ് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. സെമിനാരിലായിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങൾ നമ്മുടെ കുത്താ പ്രാർത്ഥനയും എന്താനേയും കാലാദേശേറെ ദബ്ശാശയും ഉച്ചയത്തുള്ള ദബ്ശാശയും അറിയുന്നത്. അപ്പം അങ്ങനെ ഇത്രയും പ്രാർത്ഥനകളുണ്ടെന്ന് അറിയുന്നതൊക്കെ സെമിനാരി വെച്ചാണ്. ഇതിനിടയ്ക്ക് ഈ സെമിനാരിലുണ്ടായിരുന്ന 4 വർഷവും ഈ പ്രാർത്ഥനകൾ വലിയ കട്ടിങ് ഇല്ലാതെ തന്നെ നമ്മൾ പാലിച്ചിട്ടുണ്ട്, കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കൊന്തയ്ക്കുമുള്ള നമുക്ക് ഉച്ചയിനുള്ള സമയത്തായിരുന്നു നമ്മൾ സാധാരണ റോസറി വെക്കുന്നത്. ആ റോസറിയുടെ സമയത്തും എല്ലാം സാധാരണ പോലെ തന്നെ പോകുന്നു. ഏറ്റവും രസകരമായിട്ട് തോന്നിയത് കാര്യം മെഡിറ്റേഷനായിരുന്നു. മെഡിറ്റേഷൻ എല്ലാവരെയും പോലെ തന്നെ എന്താണ് സംഭവം എന്ന് ആദ്യം നമുക്കും അറിയത്തില്ലല്ലോ. അപ്പം ഈ മെഡിറ്റേഷൻ നമ്മൾ കേട്ടിരിക്കുന്നതിൽ മെഡിറ്റേഷൻ, യോഗ, മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ ബൈബിൾ ഭാഗം വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് അതിനെക്കുറിച്ചൊരു അത്ര വലിയ വ്യക്തതയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഷെനോയ് മണ്ണാന്തറച്ഛനാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. അപ്പം അച്ഛൻ്റേതായ എക്സ്പീരിയൻസിൽ കുറച്ചും കൂടെ നമുക്ക് ന്യൂജൻ ആയതുകൊണ്ട് തന്നെ അച്ഛൻ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പം അത് കുറച്ചും കൂടെ ഒരു അനുഭവമായിട്ട് തോന്നി. അങ്ങനെ പ്രാർത്ഥന ലൈഫ് വന്നു.
നമ്മൾ ഈ പ്രയർ ലൈഫായിട്ട് ആലുവയിൽ വന്നപ്പോൾ ആലുവയിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. ആലുവയിൽ ഒന്നാം തരം പല രൂപതക്കാർ വരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ തമാശയ്ക്കാണെങ്കിലും ബ്രദേഴ്സ് പറയുന്നുണ്ട്, ലലിയ എന്ന് ആദ്യം കേട്ടപ്പോൾ ഒരു ഈ ഹൈ സപ്പർ പോലെ തന്നെ ആയാലും സ്പെഷ്യൽ സാധനങ്ങളാണ് ആദ്യം വിചാരിച്ചത്. അങ്ങനെ അപ്പോൾ അത് മറ്റ് രൂപതക്കാർ മറ്റേ രൂപ ബ്രദേഴ്സ് തമാശയ്ക്ക് പറഞ്ഞായിരിക്കും, പക്ഷേ എങ്കിൽ പോലും മനസ്സിലായി നമ്മളിങ്ങനെ ആദ്യം പറഞ്ഞപ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ യാമപ്രാർത്ഥനകൾ എണ്ണം കുറഞ്ഞു. റംഷ, ലലിയ, സപ്ര അത് 3 മാത്രമല്ല തത്വശാസ്ത്ര പഠനത്തിൻ്റെ സമയത്ത് കൂടുതൽ ഒരു ഇൻ്റലക്ച്വൽ ഫോർമേഷൻ്റെ സമയം കൂടെ ആണല്ലോ അതിൻ്റെ. അപ്പം അത് കഴിഞ്ഞ് പൗതിപ്രധാനത്ത് വന്നു കഴിഞ്ഞപ്പം പൗതിപ്രധാനടുത്തും റീജൻസി സമയത്ത് പിന്നെ പഴയതുപോലെ തന്നെ മനസ്സിനാലിലെ ഫോർമേഷൻ പോലെ തന്നെ 7 യാമങ്ങളുടെയും പ്രാർത്ഥന, 6 യാമങ്ങളിലെ പ്രാർത്ഥനകളും വരാൻ തുടങ്ങി. അത് പക്ഷേ കുഴപ്പമില്ല, ഈ ഫോർമേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാനും അച്ഛനും കൂടെ എല്ലാം ചെല്ലുമായിരുന്നു. പൗതിപിതാവിനടുത്ത് വന്നു കഴിഞ്ഞപ്പം പഴയതുപോലെ തന്നെ 3 എണ്ണത്തിലൂടെ മാത്രമായി. കാരണം പിതാവിന് ശാരീരിക അസ്വസ്ഥതയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് കീപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷേ പിതാവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എപ്പോഴും. പിതാവ് രാവിലെ ഇരുന്നിട്ടാണെങ്കിലും ബൈബിൾ വായിക്കുന്നതൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു അത്ഭുതമാണ്. കാരണം 90 വയസ്സിലൊക്കെ പിതാവ് ലെൻസ് വെച്ച് ബൈബിൾ വായിക്കുമ്പോൾ നമുക്കതൊരു നമ്മുടെ കണ്ണിൻ്റെ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ എന്തുമാത്രം വായിക്കുന്നു, പിതാവ് എന്ത് തീഷ്ണത വായിക്കുന്നു. അപ്പം അത് ഒരു അത്ഭുതമാണ്. പിതാവ് വായിക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് ചിലപ്പം പിതാവിന് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ പിതാവ് നമ്മളോട് ഓരോരോ കാര്യങ്ങൾ പറയും, അത് നമ്മൾ എഴുതും. തിയോളജി സമയത്താണ് ഈ പ്രാർത്ഥനകൾ കുറച്ചും കൂടെ ആഴമായിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഘടനകളെല്ലാം കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പ്രാർത്ഥനാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനാനുഭവം വളരുന്നതും അല്ലെങ്കിൽ അത് വളർച്ച പ്രാപിക്കുന്നതും അതിൽ വ്യത്യാസപ്പെടുന്നതും ഒക്കെ നമ്മൾ പ്രാർത്ഥനയിൽ വളരുന്നത് കൊണ്ടാണ്, ദൈവത്തെ അറിയുന്നത് കൊണ്ടാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടെത്തുന്ന വ്യക്തികളുടെ ദൈവാനുഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതോടു കൂടിയാണ്. അതാണ് ഇപ്പോൾ ഡീക്കൻ പറഞ്ഞത്. സെമിനാരി കാലത്ത് ഇങ്ങനെയൊക്കെ പഠിച്ചു വന്നു, അതിനുശേഷം പ്രത്യേകിച്ച് റീഎൻസി കാലത്ത് അമ്പലത്തിങ്കളച്ഛൻ്റെ കാര്യം മുമ്പേ പറഞ്ഞു, രാവിലെ 3:30 എഴുന്നേറ്റ് പ്രാർത്ഥനയില്ലെന്ന് പറഞ്ഞു. ഭൗത്യപിതാവിൻ്റെ കാര്യം പറഞ്ഞു. 93 വയസ്സായിട്ടും കാണാൻ പറ്റാഞ്ഞിട്ടും പിതാവ് ലെൻസ് ഒഴിച്ച് പിതാവ് ബൈബിൾ വായിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ധ്യാനാത്മക ചിന്തകൾ പിതാവ് എഴുതാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ലേ ബ്രദറിനെ കൊണ്ട് പറഞ്ഞു തന്നെ എഴുതിപ്പിക്കുകയും ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനാ ജീവിതം കൂടെ കണ്ടപ്പോഴാണ് നമ്മുടെ നമ്മുടെ ജീവിതം വളർന്നത്, പ്രാർത്ഥനാനുഭവങ്ങളൊക്കെ വളർന്നത്. എനിക്കിതിനെ ബേസ് ചെയ്ത് 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഇങ്ങനെ ആളുകളെ കണ്ട് നമ്മുടെ പ്രാർത്ഥന ജീവിതം വളരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥനാ ജീവിതമുള്ളവരുടെ അടുത്ത് നമ്മൾ ജീവിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു പൗരോഹിത്യത്തിലേക്കുള്ള ആഗ്രഹം എന്തുമാത്രം വർദ്ധിച്ചു? അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് പറയാൻ തോന്നുന്നത്, ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള ബ്രദേഴ്സിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ നാൾ ഞാൻ പൗതിപിതാൻ റീജൻസി ചെയ്തു. റീജൻസി കഴിഞ്ഞിട്ട് വെസ്റ്റീഷൻ ഞങ്ങൾക്ക് മാത്രം ആ സമയത്ത് ഇച്ചിരി നേരത്തെ ആയിരുന്നു. കാരണം നമ്മുടെ മൈനർ സെമിനാരിയുടെ ജൂബിലി വർഷമായതുകൊണ്ട് ഞങ്ങൾക്ക് വെസ്റ്റീഷൻ മെയ് 5-ാം തീയതി നടത്തി. അപ്പോൾ ഞാൻ ഏപ്രിൽ 10 ആകുമ്പോൾ റീജൻസി കഴിഞ്ഞ് ഇറങ്ങുന്നു. മെയ് 5-ന് വെസ്റ്റീഷൻ കഴിഞ്ഞു. വെസ്റ്റീഷൻ കഴിഞ്ഞ് അന്ന് വൈകിട്ട് അവിടുന്ന് മൈനർ സെമിനാരി നേരെ വരുന്നത് പൗതിപിതാൻ്റെ മുറിലോട്ടാണ്. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ വെള്ളവസ്ത്രം സ്വീകരിച്ചതിന് ശേഷം നേരെ വരുന്ന പൗതിപിതാനെ കാണാൻ വേണ്ടി. അപ്പോൾ പിതാവിനെ കണ്ട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിതാവിനോട് ചോദിച്ചത് അച്ഛനിപ്പോൾ ഏത് പള്ളിയിലാണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം 6 മാസം അല്ലെങ്കിൽ 7 മാസം പിതാവിനെ അത്രയും നല്ല കാര്യമായിട്ട് നോക്കിയിട്ട് നമ്മളെ പെട്ടെന്ന് മറന്നുപോയതെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഇതുപോലെയാണ് നമ്മുടെ പൗരോഹിത്യം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരിക്കലും ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നും എൻ്റെ മനസ്സിൽ ആ സമയത്തിന് കുറച്ച് കഴിഞ്ഞപ്പം ആദ്യം വിഷമം വന്ന ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ ആരോട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു അനുഭവം വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനേക്കാളും അല്ലെങ്കിൽ ദൈവമാണ് കുറച്ചും കൂടെ നമുക്ക് കൂടുതലായിട്ടുള്ളൊരു ഫലം തരുന്നത്. എപ്പോഴും നമ്മളെ മനസ്സിലാക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ വെളിച്ചത്തിൽ ചോദിക്കുകയാണ്, ഈ സെമിനാരിയിൽ ചേർന്നതിന് ശേഷം ഇപ്പോൾ വരെയുള്ള പരിശീലന കാലഘട്ടത്തിലുണ്ടായ ഏതെങ്കിലും മനസ്സിനെ സ്പർശിച്ച ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കാവോ? അത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ തൊട്ടേ ദൈവാനുഭവങ്ങളാണെന്ന് പറയാം. കാരണം ഞാനൊരിക്കലും പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഒന്ന് ഡിഗ്രിക്ക് പോവുക, അത് ഞാൻ കഴിയുമ്പോൾ നേരെ ഫിലോസഫിക്ക് പോകുന്നതിന് മുമ്പേ ഡിഗ്രിക്ക് പോവുക. പി ജി ചെയ്യുന്ന കാര്യം. പി ജി കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ വിചാരിച്ചത് ഇനി പയ്യെ റീഎൻസി ഒക്കെ ചെയ്തിട്ടായിരിക്കും, കാരണം പുറത്തല്ലേ ബാംഗ്ലൂരൊക്കെ ആയതുകൊണ്ട്. പക്ഷേ എനിക്കൊന്നുമില്ലായിരുന്നു. നേരെ ഫിലോസഫി റീഎൻസി നേരെ ഫിലോസഫി കയറി കഴിഞ്ഞിട്ടാണെങ്കിലും ആദ്യം ഞാൻ വിചാരിച്ച്
ഇവിടെ തന്നെ ആയിരിക്കും, ഇങ്ങനെ പാടിത്തച്ഛൻ്റെ കൂടെ ആയിരിക്കും, പഠിത്തതിൻ്റെ കൂടെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എസ്റ്റേറ്റിലോട്ട് മാറി. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞാൽ വിചാരിച്ചു എസ്റ്റേറ്റിലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എസ്റ്റേറ്റ് നേരെ പോത്തിപ്പിതാൻ്റെ അടുത്ത്. ഞങ്ങൾ അരമന ഇരിക്കുന്ന സമയത്ത് ബ്രദേഴ്സ് പൗത്തിപ്പിതാൻ്റെ റീജൻറ്റും ഉൾപ്പെടെ ഒഴികെ വേറൊരു ബ്രദറ് എല്ലാ ദിവസവും ഈ പൗത്തിപ്പിതാൻ്റെ കൂടെ കുർബാനയ്ക്ക് പറഞ്ഞു, ഒരാളും കൂടെ. ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സമയത്തും ഉണ്ടത്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും അതിന് പോയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എസ്റ്റേറ്റോട് പോവുക, അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പിതാവിനോട് ഒരിക്കൽ പോലും പോയിട്ടില്ല. അപ്പോൾ അവൻ പിതാവിൻ്റെ കൂടെ റീൽസ് ചെയ്ത ഡാരനച്ചനായിരുന്നു. ഡാരനച്ചൻ പറയും, ഇടയ്ക്ക് തമാശയ്ക്ക് പറയുമായിരുന്നു, അടുത്ത റീൽസ് ചിലപ്പോൾ നിനക്കായിരിക്കും, അപ്പം ഇതിൻ്റെ ഒരു ട്രെയിനിങ് ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് വരത്തില്ല, പേടിക്കണ്ട. പക്ഷേ നേരെ ഭൗതി പിതാവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അത് ആദ്യം എനിക്കൊരു പേടിയായിരുന്നു. പക്ഷേ അതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പം അവർ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പു വീഴുകയും പിതാവിനെ കുറച്ചുകൂടി കൂടുതൽ നോക്കാനുള്ളൊരവസരം, അതൊക്കെ ഒരിക്കൽ പോലും ഞാനൊരു പ്രായമുള്ള ഒരാളെ അങ്ങനെ കെയർ ചെയ്തിട്ടില്ല. ഇപ്പം പൗത്തിപ്പിതാവിൻ്റെ കൂടെ ഇങ്ങനെ നടന്നത് കൊണ്ട് തന്നെ തിയോളജി സമയത്ത് ബാച്ചുകാർ മെൽവിൻ ഒക്കെ ആയിരുന്നു കണ്ടത്. മെൽവിൻ അച്ഛൻ ഇതുപോലെ തന്നെ നടുവിന് ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവനെ ശുശ്രൂഷിക്കാൻ പറ്റി. പരമാവധി ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങളിലേക്ക് ദൈവം കൊണ്ടിടുന്ന പോലെ എനിക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ആ കൊണ്ടിട്ട സ്ഥലത്തൊന്നും ഒരിക്കലും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല, എന്നെ എപ്പോഴും വളർത്തിയിട്ടേ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എൻ്റെ ഈ ഫസ്റ്റ് ഇയർ സെമിനാരി തൊട്ട് 4th ഇയർ തിയോളജി, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെ ഇപ്പം ഒരു മാസം ഞാൻ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മാസം അട്ടപ്പാടിയിൽ ഡീക്കം മിനിസ്ട്രി ആയിരുന്നു. അപ്പോൾ അത് ആദ്യം എനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം അവിടെ അന്നേരം നമ്മുടെ പോലെ അല്ലേ, പാലക്കാട് രൂപതയാണല്ലോ. അപ്പം അതുമായിട്ട് അഡ്ജസ്റ്റ് ആവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പെട്ടെന്ന് തന്നെ അവിടെ അഡ്ജസ്റ്റായി. ഒരു മാസം കൊണ്ട് തന്നെ അവരെല്ലാവരും എന്നെ അവരുടെ ഒരു അംഗമായി തന്നെ കരുതി അതുപോലെ പെരുമാറാൻ തുടങ്ങി. അത് കഴിഞ്ഞാണെങ്കിലും 3-4 ആഴ്ചയോളം വെരൂര് പള്ളിയിലുണ്ടായിരുന്നു. വെരൂരാണെങ്കിലും ആ ഒരു ആൾക്കാരുടെ ഇടപെടൽ എനിക്ക് കുറച്ചും കൂടെ ആഴത്തിൽ അനുഭവപ്പെടാൻ പറ്റി. ഞാൻ വരുന്ന ദിവസമായിരുന്നു വെരൂര് അവരുടെ ജൂബിലിയുടെ സമാപനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും പങ്കെടുക്കാൻ. അപ്പോൾ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്, ഒരു നിയോഗമാണ്. ഇപ്പോൾ എൻ്റെ പട്ടം ഈ വീട് പണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത്രയെങ്കിലും നീണ്ടുപോയത് തന്നെ ഞാൻ വിചാരിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. പിന്നെ എനിക്ക് അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് തോന്നിയത് ഈ വീട് പണിയെക്കുറിച്ച് ഒരു പ്ലാനിങ്ങോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഡീക്കന്മാർക്ക് ധ്യാനം എടുക്കുന്നുണ്ട്, ബിനോയ് കരുമരുന്നെങ്കിൽ അച്ഛനെ. അപ്പോൾ അച്ഛൻ ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞ്, അമ്മ 2 കാര്യം കാണുന്നുണ്ട്. ഒന്ന്, വീടിൻ്റെ ഒരു പണി ഇങ്ങനെ വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. 2, പട്ടമുണ്ട്, പക്ഷെ പട്ടം കുറച്ചും കൂടെ താമസിച്ചാണെന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ രണ്ടും ഒന്നുമില്ല, കാരണം നമ്മൾ വിളിച്ചപ്പോൾ ഒന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വിളിച്ചപ്പം ഭയങ്കര കൊട്ടും ബഹളമൊക്കെ കിട്ടും. എന്താണ് സംഭവം? അപ്പോഴാണ് ആദ്യത്തെ കാര്യം പറഞ്ഞത് വീട് പണി നടക്കുവാണെന്ന് പറഞ്ഞു. വീട് പണി അപ്പം ഒക്ടോബർ വന്നിട്ടൊന്നും വീട് പണിയൊന്നും ആയിട്ടില്ല. അപ്പം ഇങ്ങനെ സജഷൻ വെച്ചു. അപ്പം ഇതാ പറഞ്ഞു ഓക്കെ, അങ്ങനെ വന്നതാണ് ഇത്. അപ്പോൾ അതും ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇടയ്ക്ക് പറഞ്ഞല്ലോ, അനിശ്ചിതത്വത്തിൻ്റെ ഇടയ്ക്ക് ദൈവത്തെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ, ദൈവം ഉപേക്ഷിക്കുന്നില്ല, ദൈവം അവിടെ ഇടപെടുന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോഴാണ്, നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ നമുക്ക് ദൈവത്തെ കാണാൻ ഇങ്ങനെ സാധിക്കുന്നത്. അങ്ങനത്തെ നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ള വിശ്വാസ സാക്ഷ്യം എന്ന് പറയുന്നത്. പൗരോഹിത്യ ജീവിതത്തിൽ അങ്ങനെ ഈശോയെ കണ്ടുമുട്ടിയ രംഗങ്ങൾ സാക്ഷ്യം വഹിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ബൈബിൾ ഭാഗമോ അല്ലെ ഒരു സംഭവമോ അല്ലെ ഒരു വിശുദ്ധൻ്റെ ജീവിതമോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ബൈബിൾ വായിക്കും, ആ സമയത്ത് വായിക്കുമ്പം ആ ഭാഗമാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ തോന്നും. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ഭാഗം വായിക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലത് മറ്റേ ഭാഗമാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ മൈനസ്മാരി ആദ്യം ധ്യാനം എന്താണെന്ന് അറിയത്തില്ലായിരുന്ന ആൾ ഇപ്പോൾ ഈ അവസാന സ്റ്റേജിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് ഏത് ബൈബിൾ ഭാഗം കിട്ടിയാലും അതിന് ദൈവാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അതിപ്പോൾ ആ രീതിയിലായിപ്പോയി. ഇപ്പം ആദ്യത്തെ പ്രാവശ്യം ഹോമിൽ പറഞ്ഞപ്പോൾ ഡീക്കനായി കഴിഞ്ഞ ഹോമിൽ വരും നമ്മൾ ഇതിനാണ് വരുന്നത്. ഓശാന ഞായറാഴ്ചയാണ് ആദ്യത്തെ ഹോമിൽ വരുന്നത്. കാരണം ഞങ്ങൾക്ക് ആ ശനിയാഴ്ചയാണ്
ഞായറാഴ്ച ഓശാന. അപ്പം ഓശാന ഞായറാഴ്ച ആദ്യത്തെ ഹോമിലി. ആദ്യത്തെ ഹോമിലിക്ക് ഞാൻ ഇതുപോലെ ഭയങ്കര ഒരുങ്ങി എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് തിയോളജിക്കൽ കണ്ടൻറ്റും പല പുസ്തകങ്ങളൊക്കെ വായിച്ച് ഹോമിലി പറഞ്ഞു. ഹോമിലി പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞ് ഭയങ്കര തിയോളജിക്കലായിരുന്നു, നമുക്കൊന്നും മനസ്സിലായില്ല. അപ്പം മനസ്സിലായി, ഓക്കെ. അത് കഴിഞ്ഞ് പീഡാനുഭവള്ളിയുടെ കുറച്ചും കൂടെ പല അച്ഛന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട് ആ രീതി വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പം അപ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടെ. അത് കഴിഞ്ഞ് ഇപ്പോഴൊക്കെയെന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കും, പല പ്രസംഗങ്ങളും കേൾക്കും. അതിനൊക്കെ കൂടുതൽ നമ്മുടെ വടവാ സെമിനാരിലെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 4 വായനകളും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഹോമിലി പറയുന്നത്. അപ്പം നമ്മൾ 4 ഭാഗം വായിക്കുമ്പോൾ ഇപ്പോഴൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ തന്നെ അതിൻ്റെ കണക്ഷൻസ് ഉണ്ടാകും, എന്താണ് അതുമായിട്ട് ബന്ധങ്ങൾ. ഇപ്പം ഇപ്പോഴൊക്കെ ആണെങ്കിൽ 1-2 വാക്കുകൾ മാത്രമേ ഹോമിലിക്ക് എനിക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ, ബാക്കിയൊക്കെ തന്നെ വരിക. അപ്പം ആ രീതിയിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് മേക്കാട്ടൊന്ന് ലക്ഷം ക്ലാസ് എടുക്കുന്നത്, ബൈബിളിൻ്റെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് മേക്കാട്ടൊന്ന് ലക്ഷം എടുത്തുകൊണ്ടിരുന്നത്. അപ്പം മേക്കാട്ടൊന്ന് ലക്ഷം ഏറ്റവും അവസാനം കോംപ്രിഹെൻസിൻ്റെ സമയത്ത് പറയുന്നുണ്ട്, ഞങ്ങളോട് കോംപ്രിഹെൻസിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാം, ഇനി പരിശുദ്ധാത്മാവ് തന്നെ എല്ലാം വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ ഹോമിലികൾ പോകുന്ന മുടിയൂർക്കരയിൽ കുരിശടിയിൽ അവിടെ ഒരു പ്രസംഗം ഹോമിലി നടക്കാൻ വേണ്ടി എനിക്കൊരു പ്രദക്ഷിണത്തിന് കഴിഞ്ഞിട്ടുള്ള ഒരു ഹോമിലി നടത്താൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അതൊക്കെ ഒരു പുതിയ പുതിയ അനുഭവങ്ങളായിട്ട്. കാരണം ഞാൻ എപ്പോഴും ഒരു മിനിമത്തിൽ നിൽക്കാൻ നിന്നൊരാളായിരുന്നു, പക്ഷേ ഒരിക്കൽ പോലും ദൈവം എന്നെ അങ്ങനെ നിർത്തിയിട്ടില്ല. ഇപ്പം ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഓക്കെ, ഡിഗ്രി കഴിഞ്ഞ് രക്ഷപ്പെട്ട് ഇനി നേരെ ഫിലോസഫിക്ക് പോകാം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കാണ് എന്നെക്കൊണ്ട് PG ചെയ്യിപ്പിക്കുന്നത്. PG കഴിഞ്ഞ് ഫിലോസഫി കഴിഞ്ഞു. ഫിലോസഫി വന്നു കഴിഞ്ഞപ്പം ഞാൻ ഏറ്റവും മിനിമത്തിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. റീഎൻസിക്ക് വരുന്നു. റീഎൻസിക്ക് എസ്റ്റേറ്റ് നന്നായിട്ട് അടിച്ചു പൊളിച്ച് നടന്നു. അത് കഴിഞ്ഞ് സ്ലോ ആകാൻ വേണ്ടി ചെറിയ സ്പീഡ് നടന്നുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ അച്ഛന്മാർ തന്നെ പറഞ്ഞതാ, ചെറിയ സ്പീഡ് എല്ലാം ഭയങ്കര പെട്ടെന്ന് ചെയ്യുന്ന ആളായതുകൊണ്ട് ഒന്ന് സ്ലോ ആകാൻ വേണ്ടി പൗതിപിതാൻ്റെ അടുത്ത് പോയി. അപ്പം വേറെ ലൈഫായി. അപ്പം തമാശക്കാണെങ്കിലും പറയും, 2 എക്സ്ട്രീം എൻഡുകളിലൂടെ കടന്നുപോയ ആളായിരുന്നു ഞാൻ. അപ്പോൾ അത് ഒരു രീതിയായിരുന്നു. ഇപ്പോൾ സെമിനാരി വന്നു കഴിഞ്ഞപ്പം സെമിനാരികളിൽ ഏറ്റവും പുറകോട്ട് വലിഞ്ഞു നിൽക്കാൻ നോക്കിയ ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ കൃഷി, ഇപ്പോൾ ഇത് കണ്ടതുപോലെ തന്നെ കൃഷി സാധനങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഫീൽഡിലോട്ട് കയറി അവിടെ കൃഷിയും അവിടുത്തെ മൃഗങ്ങളുടെയൊക്കെ കീഴിലായതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ നോക്കിപ്പോയി. അപ്പം അത് കഴിഞ്ഞപ്പം അച്ഛന്മാർ തന്നെ പയ്യെ വിളിക്കാൻ തുടങ്ങി. അത് മാത്രം പോരാ, ആങ്കറിങ് ചെയ്യാൻ തുടങ്ങി, പരിപാടിക്ക് ആങ്കറിങ്. ഭാഗ്യത്തിന് ഹോമിലി ആകെപ്പാടെ നമ്മുടെ ഞായറാഴ്ചത്തെ ഒരു ഹോമിലി മാത്രമേ കിട്ടിയുള്ളൂ, അത് കുഴപ്പമില്ല. പിന്നെ മറ്റ് നമ്മുടെ സാധാരണ പോലെ തന്നെ റെഫക്ടറി ഹോംലികൾ, അതും റെഫക്ടറി സ്പീച്ചുകൾ, അതും വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി. ആദ്യം പ്രസംഗം പറയാൻ പേടിയുണ്ടായിരുന്നു, കാരണം കാണാതെ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനോട് ഇപ്പം ഒരു കാര്യം വായിച്ചിട്ട് ആലോചിച്ചിട്ട് കുറച്ച് എങ്ങനെ പറയുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. സെമിനാരി വരുമ്പോൾ നമ്മൾ സെമിനാരി ഓഡിയൻസ് കുറച്ചും കൂടെ വ്യത്യസ്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ തിയോളജിക്കൽ കണ്ടൻറ്റൊക്കെ കൂട്ടി വേണം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ കുറച്ചും കൂടെ ഒരു അനുഭവമായിട്ട് തോന്നി. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് സെമിനാരി പറഞ്ഞ അതേ പ്രസംഗം ഞാൻ എടവപ്പള്ളിയിൽ നിന്ന് പ്രാവശ്യം പറഞ്ഞു നോക്കി. അവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ വന്ന്, ഞാൻ നമ്മുടെ ലൈക്കാടായിരുന്നു പാസ്റ്റർ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ലൈക്കാട് പോയപ്പം ലൈക്കാടിൽ ഇതുപോലെ തന്നെ ഒരു വചനഭാഗം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞപ്പം സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെന്ന് പറഞ്ഞ് വേറെ പ്രസംഗമൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ ഞങ്ങൾക്കൊന്നും മനസ്സിലായിരുന്നു. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി 2 ഓഡിയൻസ് 2 ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഇപ്പം പല പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ദൈവം നടത്തുന്നുണ്ട്. പുറകോട്ട് വലിയും തോറും മുന്നോട്ട് തള്ളി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് അച്ഛനാകാഞ്ഞത് കൊണ്ട് മറ്റേ പുത്തനച്ഛന്മാർക്കാണല്ലോ ഇപ്പം നമ്മുടെ അതിരമ്പുഴ കഴുന്നെടുപ്പ് നടക്കുന്നത്. പക്ഷേ എനിക്കും ഇന്നലെ അതിന് പോകേണ്ട വന്നു. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാ സാഹചര്യം കണ്ടുപഠിക്കാം, എല്ലാത്തിലൂടെയും കടക്കണം. പുറകോട്ട് മാത്രം പോയാൽ പോരാ, മിനിമത്തിൽ കഴിഞ്ഞാൽ പോരാ. തീർച്ചയായിട്ടും അച്ഛന് എനിക്കിവിടെ വന്നപ്പോഴും അങ്ങനെ മനസ്സിലായത്. ഒത്തിരി കൃഷിയുണ്ട്, വലിയ തറവാടാണ്, 7ാമത്തെ തലമുറയാണ്. അച്ഛൻ 8ാമത്തെ ആയിരിക്കും അല്ലേ? ഞാൻ 7ാമത്തെ. ഇവിടെ വന്നപ്പോൾ കൃഷിയെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു. വടവാസമാരി ചെന്നപ്പോൾ അവിടെ കൃഷിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. ഇവിടെ നമ്മളീ കാണുന്നതിന് ഇരിക്കുന്നതിന് പുറയിലുള്ളത് മീൻകുളമാണ്. ഡീക്കൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, ഡീക്കൻ ഇന്നലെ മീനൊക്കെ പിടിച്ചായിരുന്നു പറഞ്ഞു ഇവിടുന്ന്. അപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമോ? കുക്കിങ് ഞങ്ങൾ മൈനസമനാരി നിറം തയ്യാറിക്കുമ്പോൾ തൊട്ടേ ഞങ്ങൾ ബിനീഷ്യസിൻ്റെയും ജോഷിയസിൻ്റെയും ഫോർമേഷൻ ഉണ്ട് നമുക്ക്. കാരണം ഞങ്ങൾ ആ സമയത്ത് അവിടെ നിന്നാണ് കോളേജിൽ നമ്മൾ വെളുപ്പിനെ പോയിരുന്നതുകൊണ്ട്
ചേച്ചി വരാൻ താമസിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കുക്കിങ് ഞങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ഹോം ഡേ 2 വർഷം ഹോം ഡേ സമയത്ത് ഞങ്ങൾ തന്നെയാണ് ഇതുപോലെ തന്നെ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു ഫോർമേഷൻ ഉണ്ടായിരുന്നു കുക്ക് ചെയ്യാൻ. തൽക്കാലം നമ്മൾ ജീവിച്ചു പോകാനുള്ള പിന്നെ ബിനീശസ്നിയുടെ വികാരിയും കൂടെ ആയിരുന്ന സമയത്ത് കോവിഡിൻ്റെ സമയം കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇടയ്ക്കിരുന്ന് അവിടെ ഞങ്ങൾ പല പല കാര്യങ്ങളും പള്ളിമേടെ ഇരുന്ന് പരീക്ഷിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുക്ക് ചെയ്യാൻ താല്പര്യമാണ്. കുറേയൊക്കെ ഇപ്പം നമ്മൾ സെമിനാരിലാകുമ്പോൾ നമുക്കുണ്ടല്ലോ ബീച്ച് ഗ്യാതറിംഗ് ഉണ്ടല്ലോ, സെമിനാരി ബീച്ച് ഗ്യാതറിംഗ് പറയും. സെമിനാരിൽ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയുന്ന ബീച്ചാണ്. അപ്പം അവിടെ ഗ്യാതറിംഗ് കൂടുമ്പോൾ നമ്മൾ തന്നെയാണ് പാചകമൊക്കെ. അപ്പം അതിന് ഈ 4 വർഷവും പാചകത്തിൽ ഒന്നുമില്ലല്ലോ, ഇടയ്ക്കൊക്കെ എന്തായാലും മുട്ട പൊരിക്കാനൊക്കെ ആയിട്ടെങ്കിലും കയറേണ്ടി വരും. അപ്പം അതുകൊണ്ട് അത് നമുക്കൊരു അനുഭവമാണ്. ഇതിൻ്റെ എല്ലാം നടുവിൽ നിൽക്കുമ്പോഴും ഈ ദൈവാനുഭവങ്ങൾ ഒരു സൈഡിൽ കൂടെ നന്നായിട്ട് വളരുന്നുണ്ട്. വ്യത്യസ്തമായ 2 ധ്രുവങ്ങളിൽ കൂടെ പോകുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഓർത്തു വെക്കുവാനും സൂക്ഷിച്ചു വെക്കുവാനും അത് അതിൻ്റെ പരിശുദ്ധിയോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും പൗരോഹിത്യ ജീവിതത്തിലൂടെ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. മാക് ടി വിയുടെ പ്രേക്ഷകരുടെ എല്ലാ പ്രാർത്ഥനാശംസകളും ഈശോ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.